ഞങ്ങൾ ഒരു കുളം കാണാൻ വേണ്ടി പോവാണ്. ഈ കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ പ്രത്യേകതകൾ. കണ്ടില്ലേ? വേസ്റ്റ് കുളം എന്ന് പറയണമെന്ന് മാത്രം. ഇത് റിവർ അല്ലെങ്കിൽ കുളിക്കുന്ന ഒരു കുളമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പൊത്താതെ പബ്ലിക്കായിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ പുറകുവശത്ത് ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബന്ധപ്പെടാനായിട്ട് അധികാരികൾ ഞങ്ങളുടെ മുമ്പിലില്ല. പല വഴികളിലൂടെ, പല മാർഗങ്ങളിലൂടെ, പല സംഘടനകളിലൂടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി, ഞങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതേവരെക്കും കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു നാടും നഗരവും മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇതിന് ചുറ്റും താമസിക്കുന്നത് പച്ചയായ മനുഷ്യരാണ്. ഈ സ്ഥലത്തിന് 4 ചുറ്റുമുള്ളത് ഗവൺമെന്റിന്റെ കീഴിലുള്ള മത്സ്യഫെഡ്, നെറ്റ് ഫാക്ടറി 1, അതിന്റെ തൊട്ടടുത്ത് ഔഷധി ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അതുപോലെ ആർമി ക്വാർട്ടേഴ്സ്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ഈ ഒരു പ്രദേശം ഈ ശോചനീയാവസ്ഥയിലാക്കിയതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ വിഷയത്തിൽ നിർബന്ധമായിട്ട് ഒരു പരിഹാരം കാണണം. ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യണം. അതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പൊ ഈ മാലിന്യം വന്ന് ഇവിടെ വന്ന് ഇത്രയും പെട്ടെന്ന് വന്നിട്ടൊക്കെ കോഴിയുടെ വേസ്റ്റുകൾ, കാക്കകളൊക്കെ കാണാൻ പറ്റും. കോഴിയുടെ വേസ്റ്റുകളും മറ്റുള്ളതൊക്കെ കൊണ്ട് ജനങ്ങൾ കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഇത് ഇതിൽപ്പെട്ട അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ തെറ്റായ ഒരു വിഷയമാണ്, സന്ദേശമാണ്. മുന്നോട്ട് സമരവേദിയിൽ പോകാൻ വേണ്ടിയാണ് തീരുമാനം. വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ഭീമാപള്ളിയുടെ പുറകുവശത്ത് രൂപപ്പെട്ടത് മുതൽ ഈ ഒരു പ്രദേശം ഒന്നടങ്കം ഒരു വലിയൊരു പകർച്ചവ്യാധിയുടെ മുമ്പിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ